ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നായിരുന്നു ഇവിടെ പാലക്കാട് പ്രതിഷേധം നടത്തിയപ്പോൾ ഉൾപ്പെടെ പറഞ്ഞത്. 1921 ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചതും മോത്തിലാൽ നെഹ്റു സ്വീകരണം അതിനുശേഷം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ജനൻ ടിവിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം മുട്ടിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണി അല്ല പറയട്ടെ സഹോദരൻ പറയട്ടെ ആ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണി കൈവച്ചിരുന്നാൽ ഞാൻ പറയട്ടെ ജനൻ ടിവിക്ക് അല്ല ഉത്തരവാ സഹോദര പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് ഞാനൊന്ന് പറയട്ടെ സഹോദര, RSS നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറഞ്ഞേ ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയത് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയതാണ് ഈ രാജ്യത്ത് നിസ്സഹകരണ സമരം, ഈ രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനം, ഈ രാജ്യത്ത് ക്വിറ്റ് ഇന്ത്യ സമരം, ഈ രാജ്യത്ത് സ്വദേശി പ്രസ്ഥാനം, ഈ രാജ്യത്ത് ബഹിഷ്കരണ പ്രസ്ഥാനം. ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടക്കം തൊട്ടുള്ള നിരവധി സമരങ്ങളാണ്. ഇനി RSS നടത്തിയ അത്തരത്തിലുള്ള 10 സമരങ്ങൾ പറഞ്ഞു, രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു 10 സമരങ്ങളുടെ പേര് പറഞ്ഞു. അല്ല പറയട്ടെ, അല്ല തിരിച്ചും കൊടുക്കണം. ഉത്തരം മുട്ടിച്ച് ജനൻ ടി വി റിപ്പോർട്ടറെ ഉത്തരം മുട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനും കൂടെ കൊടുക്കണം. ജനൻ ടി വി RSSന്റെ അല്ലല്ലോ ഹെഡ്ഗേവാർ അല്ല. അല്ല ഈ നാട്ടില് പിന്നെ BJP കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് BJP എതിർക്കുന്നതുകൊണ്ടാണല്ലോ സമരം നടത്തുന്നത്. അതിനകത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് കുത്തി കിടക്കുന്നത്. ഇപ്പൊ തലയെ പറയുന്നെങ്കിൽ തലയും കൊണ്ട് നീട്ടി വെച്ചു കൊടുക്കും. എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല. ആ പദ്ധതിക്കെതിരായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ആ പദ്ധതിക്കെതിരായിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ്. നീ ആ പദ്ധതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ഒരു നിയമ തടസ്സം ഉന്നയിക്കാമായിരുന്നു. പക്ഷെ ആ നിയമ തടസ്സം ഉന്നയിക്കാത്ത എന്തുകൊണ്ടാണ്? ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമ തടസ്സം ഉന്നയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറയും. പക്ഷെ അത് ഉന്നയിക്കത്തില്ല. കോൺഗ്രസോ UDFോ ആ വിഷയം ഉന്നയിക്കത്തില്ല. കാരണം ആ പദ്ധതി അവിടെ വരട്ടെ. ആ പദ്ധതിക്കകത്ത് ആർക്കാ വിയോജിപ്പുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും അതിനകത്തൊരു നിയമപ്രശ്നമുണ്ട്. അത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ വിഷയമല്ല. അത് വിഷയമല്ലെന്ന് മാത്രമല്ല, ആ നിയമപ്രശ്നത്തിന്റെ പേരിൽ അത് മുടങ്ങിപ്പോകാനും പാടില്ല. അങ്ങനെ അത് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കൊപ്പം ആ പദ്ധതിക്ക് വേണ്ടി, പേരിനല്ല, ആ പദ്ധതി പേര് മാറ്റി കഴിഞ്ഞാൽ ആ നിയമപ്രശ്നം വന്നാൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കും. ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോ ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് നമുക്ക്. ഇതിനകത്ത് നമ്മുടെ പ്രശ്നം എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, ഈ നാട്, ഇവരെ അപമാനിക്കാണ് ഒരു കോൺട്രവേഴ്സിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരെ പ്രയാസപ്പെടുത്തുകയാണ്. അല്ല, ആ അപമാനിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ അങ്ങ് എന്നെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകനല്ലല്ലോ, അങ്ങ് എന്നെ അനുകൂലിക്കുന്ന രാഷ്ട്രീയത്തിന്റെ, ഞാൻ വ്യക്തിപരമല്ല പറയുന്നത്, അങ്ങ് എന്നെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ മാധ്യമപ്രവർത്തകനല്ല. അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഞാൻ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ആക്ഷേപിച്ച് ഒരു വാചകം എന്ന് പറഞ്ഞ ഉണ്ടോ? ഒരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ സമരം ചെയ്ത CPMകാർ ഒരു വാചകം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമുക്കിതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയില്ല. ഇവരാണ് പോസ്റ്റ് മാറ്റിയിട്ട് ഇവരെന്താ വിചാരിക്കുന്നത്? എന്തിനാ ഈ ഷോ ഇറക്കുന്നത്? പൊളിറ്റിക്സ് പറഞ്ഞൂടെ? എന്തിനാ ഈ അതിവൈകാരികത കുത്തികളക്കാൻ നോക്കുന്നത്? ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയം ഇല്ലേ? അതിവൈകാരികത കുത്തികളെ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മടയന്മാരാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല പ്രബുദ്ധതയുള്ളത് കൊണ്ടാണ് അവർ നിരന്തരമായി വർഗീയത ഇളക്കി വിട്ടിട്ടും പാലക്കാട് പിടിക്കുമെന്ന് പറഞ്ഞിട്ടും പിടിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ഈ നാട്ടിലെ ജനങ്ങൾ നല്ല പ്രബുദ്ധരാണ്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് അത് വേണ്ട. പറഞ്ഞല്ലോ, ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന ആ സ്ഥാപനത്തിനകത്ത് അവിടെ ഒരു നിയമപ്രശ്നം വേണമെങ്കിൽ റേസ് ചെയ്യാം. ആ നിയമപ്രശ്നം ആരെങ്കിലും റേസ് ചെയ്താൽ പോലും അത് നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്കൊപ്പം നിൽക്കും. പേര് മാറ്റണം. അത്രേ ഉള്ളൂ.